ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഈ വർഷം നമ്മുടെ വലിയ പ്രതീക്ഷകൾ നമ്മളെ ഹോപ്പ് നിറഞ്ഞ വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മെമ്മറി തോട്ട്സ് എന്ന നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് പുതിയ ധ്രുവങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് നല്ല വീഡിയോസ് ഈ വർഷം ഈ ഒരു ന്യൂ ഇയറിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിങ്ങളുടെ നല്ല സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ, എനിവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ല പ്രതീക്ഷകളുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ ഇത്. 2025 വലിയ ഗ്രോത്തുകളിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറാം. ഹോപ്പ് എന്ന് പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മളെല്ലാം വലിയ പ്രതീക്ഷകളിലൂടെയാണ് ജീവിതത്തെ കാണുന്നത്. ഒരു ധ്രുവത്തിൽ നിന്നും മറ്റു ധ്രുവത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അതിനിടയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലാനിങ്ങുകളുണ്ടാവും. ഈ പ്ലാനിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ടു ഡെസ്റ്റിനേഷൻ, അത് ഏത് രീതിയിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ബിസിനസ് കൺസേൺ സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മാറ്ററൊന്നുമല്ല. അപ്ഡേഷൻസ് വേണ്ടി വരും, ദൈനംദിനം അപ്ഡേഷൻസ് വേണ്ടി വരും. നമ്മളിപ്പോൾ 1 by 1 പുതിയ മാർക്കറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ട മാർക്കറ്റല്ല നാളത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സും ഇന്നോവേറ്റീവായി. നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ബേസ്ഡായി. കസ്റ്റമേഴ്സ് പുതിയ സാധനങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിലൂടെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ അവർ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തി അതിൻ്റെ റിക്വയർമെൻറ്റുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് അവരെത്തുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേഷൻസ് നമ്മുടെ ഗ്രോത്തിന് കാരണമാകും. അപ്ഡേഷൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മുടെ ഏണിങ്സിൻ്റെ വേരിയേഷൻസ് കുറയുമെന്നതിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യം, പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, ഒന്ന് നിങ്ങളുടെ ഇന്നോവേറ്റീവ് കൺസെപ്റ്റുകൾ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ രീതിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങളെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക. ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ വലിയ ഗ്രോത്തുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ജനങ്ങളുടെ റിക്വയർമെൻറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കവിടെ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാനും നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇക്വലിബ്രിയം ലെവലിൻ്റെ ടോപ്പിലേക്ക് കയറാനുമുള്ളൂ. ഞാൻ പറഞ്ഞു ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറഞ്ഞു. ഇന്നോവേഷൻ എന്താ എന്ന് നിങ്ങൾക്കറിയാം. പുതുതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ബിസിനസ്സിനെ എത്തിക്കുന്ന പ്രോസസ്സാണ് ഇന്നോവേറ്റീവ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു കസ്റ്റമറെ കണ്ടു. ആ കസ്റ്റമർ എന്നൊരു സാധനം ചോദിച്ചു നമ്മളോട്. രണ്ടാമതും ഒരു കസ്റ്റമർ ആ സാധനം തന്നെ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആ സാധനം ഉണ്ടായിരിക്കണം. അതായിരിക്കണം ബിസിനസ്. അങ്ങനെ നമ്മളെടുത്ത് റിക്വയർമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അത് നമുക്ക് വിറ്റ് പോകാൻ ചാൻസ് ഉള്ള സാധനമാണെങ്കിൽ ആ സാധനം നമ്മുടെ ബിസിനസ്സിൽ എത്തിച്ചിരിക്കണം നമ്മൾ. അപ്പോഴേ നമുക്ക് പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കാനും പുതിയൊരു ഏണിങ്സിലേക്ക് വരാനും കഴിയുള്ളൂ. പഴയ സാധനങ്ങൾ ആവശ്യമുള്ളവരുണ്ടാവും. നമ്മളെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ കൊണ്ടുവച്ച പഴയ സാധനങ്ങൾ ചിലപ്പം ആവശ്യമില്ലാതായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ പർച്ചേസിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തണം. ഈ ഒരു വർഷം
നമ്മളെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ പുതിയ ധ്രുവത്തിലിരുന്ന് പുതിയ പ്ലാനിങ്ങോടുകൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ പ്രതീക്ഷകൾ നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് പുതിയൊരു അധ്യായം നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം. എനിവേ, താങ്ക് യു എവരിവൺ.